തെരുവ് നായ്ക്കൾ ഡോഗ് സീറ്റിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കുറേ ആളുകൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും അത് ചെയ്യാൻ കാരണം ഏകദേശം 900-ഓളം എണ്ണം അപേക്ഷകളാണ് ഹൈക്കോടതിയിൽ പട്ടിശല്യത്തെക്കുറിച്ച് കിടക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞായിരുന്നു, ഇതിലൊരു പരിഹാരം വേണ്ടേ? ഇങ്ങനെ പട്ടികൾ റോഡിൽ അലഞ്ഞ് നടന്നാൽ അത് ആളുകളെ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം വേണ്ടേ? ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയും വെച്ചു. പക്ഷേ കമ്മിറ്റി വെച്ചിട്ട് എന്ത് കാര്യം? കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നാൽ പരിശോധിക്കണ്ടേ? അത് പരിശോധനയില്ല, ഒരു കാര്യവുമില്ല. 2023 അനിമൽ കൺട്രോൾ ആക്ട്, ABC ആക്ട് ഉണ്ട്. ഇതിൻ്റെ വന്ധീകരിക്കണം, ഇതിനെ പിടിച്ചു കെട്ടണം, കൊല്ലണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നിർഭാഗ്യവശാൽ നമ്മൾ പട്ടി ഇറച്ചി കഴിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. ഇപ്പോൾ നാഗാലാൻഡിലോ മിസോറം പോലുള്ള നോർത്ത് ഇന്ത്യൻ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പോയി, വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളിൽ പോയാൽ പലരും പട്ടി കഴിക്കും അവിടെ. അപ്പോൾ എൻ്റെ സുഹൃത്തിൽ എനിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ പോയി പട്ടാളത്തിൽ പോയിട്ട് അവിടെ പട്ടി ഇറച്ചി കഴിക്കേണ്ടി വന്നത് കൊണ്ട് ജോലി കളഞ്ഞിട്ട് വന്ന ഒരാളുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അയാൾ പട്ടാളത്തിൽ പോയതാണ്, പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ പട്ടിയാണ് കൂടുതൽ കിട്ടുന്നത്. അദ്ദേഹത്തിന് കഴിക്കാനും പറ്റുന്നില്ല, കഴിക്കാതിരിക്കാനും പറ്റില്ല, സഹപ്രവർത്തകരെല്ലാം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്ന് ബുദ്ധിമുട്ട് പ്രശ്നമായി പുള്ളി, പിന്നെ ഛർദിലും പ്രശ്നമൊക്കെ ആയി ഹോസ്പിറ്റലിലായി പുള്ളി ഇങ്ങ് വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ പട്ടി, അതുപോലെ വിദേശ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ പല്ലി, പാറ്റ, പഴുതാര, പട്ടി, പൂച്ച, അങ്ങനെ തുടങ്ങി, പിന്നെ എലി, പാമ്പ്, ചേര, എല്ലാത്തിനെയും കഴിക്കുന്ന നാടുകളുണ്ട്. ചൈന പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ. അവിടെയാണ് ഈ പ്രശ്നമില്ല. നമുക്ക് കൊതുകൊഴിച്ചെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ പട്ടിയെ കഴിക്കുന്നില്ല. പോത്തിനെ കഴിക്കുന്നു, പോത്തിനെ കൊല്ലാം, എരുമയെ കൊല്ലാം, പശുവിനെ കൊല്ലാം, ഗോമാതാവിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം. പട്ടിയെ കൊല്ലാൻ പാടില്ല. അത് വേറൊരു തമാശ. പട്ടിയെ കൊന്നാൽ മനേക ഗാന്ധി വരും, ABC-ക്കാർ വരും, മൃഗസ്നേഹികൾ വരും, പിന്നെ രാജ്യസ്നേഹികൾ വരും, ദേശസ്നേഹികൾ വരും, ജനഗണമന പാടും. വലിയ പ്രശ്നമാണ്. പട്ടിയെ തൊടാൻ പാടില്ല. അതേസമയം മറ്റതെല്ലാം ചെയ്യും. അപ്പോൾ പട്ടിയുടെ ഒരു വഴിക്ക് പോകുന്നു. രണ്ടാമതൊരു പായും കൂടെ ഉണ്ട് കേട്ടോ, അത് പനി. കേരളത്തിൽ അതീവ ഗുരുതരമായ രീതിയിലാണ് പനികൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ട്, വളരെ നല്ല രീതിയിലാണ് പനി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എലിപ്പനി ഇപ്പോൾ തന്നെ ഒരുപാട് 10,000-ലധികം ആളുകൾക്കാണ് പനി വന്നിരിക്കുന്നത്. ഡെങ്കി ഫീവർ വന്ന് 1000-ലധികം പേർ മരിച്ചു. എലിപ്പനി 700 പേരുടെ പനി എലിപ്പനി എന്ന് പറഞ്ഞിട്ട് എലിപ്പനിയാണോ എന്ന് കൺഫേം ചെയ്യാതെ കുറച്ച് പേര് മരിച്ചു. അതുപോലെ തന്നെ പിന്നെ കോവിഡ് വന്ന് കുറച്ച് ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലൊന്ന് മാറി, പക്ഷേ ഇപ്പോൾ വീണ്ടും നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ ഭാഗമായി കുറേ അധികം പേര് മരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പനിയുടെ ഭാഗമായി പനി വ്യാപകമായ തോതിലാണ് കേരളത്തിൽ വൈറൽ പനി വരുന്നത്. ഡെങ്കി ഫീവർ വരുന്നു, എലിപ്പനി വരുന്നു. അങ്ങനെ വലിയ തോതിലാണ് കേരളത്തിൽ പനി ബഹളമുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 10,000 പേര് തന്നെ ഇപ്പോൾ ഈ പനിയിലേക്ക് പോയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കണക്കാണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വേറെയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചികിത്സ തേടി കഴിഞ്ഞ് പോയവരുണ്ട് 10,000 പേര്. വളരെ വലിയ തോതിലാണ് പനി വരുന്നത്. അപ്പോൾ കേരളത്തിന് എന്താ സംഭവിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റം കേരളത്തിലെ വലിയ പ്രതിസന്ധിയാണ്. അടിക്കടി വരുന്ന മഴയും അത് കഴിഞ്ഞ് വരുന്ന ചൂടും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു അന്തരീക്ഷം, ഇവിടെ പരിസ്ഥിതി അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെരുവിൽ കിടക്കുന്ന വേസ്റ്റ്, ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയും മാലിന്യമുക്ത കേരളമൊക്കെ പ്രഖ്യാപിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴും വേസ്റ്റ് ഒരു കീറാമുട്ടിയാണ്. അതിലൂടെയാണ് ഈ പട്ടികളെല്ലാം ഇത്രയും ശക്തരായി നിൽക്കുന്നതും രണ്ടാമത് പനിയും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പട്ടിയും പനിയും കൂടി കേരളത്തെ കീഴടക്കിയിരിക്കുന്നു. എന്തു ചെയ്യാം? നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനും നമ്മൾ റോക്കറ്റ് വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളാണ്. പക്ഷേ പട്ടിയെ പിടിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, പനിയെ പിടിക്കാൻ അറിഞ്ഞുകൂടാ. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും നാഷണൽ ഹൈവേയും വയനാടിനകത്തൂടെ തുരങ്കവും ഒക്കെ ഉണ്ടാക്കാൻ നമുക്കറിയാം മലയാളിക്ക്. പക്ഷെ 4 പട്ടിയെ പിടിക്കാൻ നമുക്കറിയത്തില്ല. പിന്നെ കുറച്ച് പനി പിടിച്ച് നിർത്താൻ നമുക്കറിയത്തില്ല. നല്ല വെള്ളം കൊടുക്കാനും നല്ല വായു കൊടുക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനും നമുക്കറിയത്തില്ല. നമുക്ക് വെളിച്ചെണ്ണയുടെ വില പിടിച്ചത് എങ്ങനെയെന്ന് അറിയത്തില്ല. മനുഷ്യൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ഭക്ഷണം, കുടിവെള്ളം, ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും നമുക്കറിയില്ല. നിർഭാഗ്യവശാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളൊരു കോർപ്പറേറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വൻകിട പദ്ധതികളുടെയൊക്കെ പിറകിൽ പോകും. ഞാൻ കോർപ്പറേറ്റ് വിരുദ്ധനൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ വൻകിട പദ്ധതികളുടെയൊക്കെ പിറകെ പോകുന്നതിൻ്റെ ഫലമായി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളാണ് വലിയ കാര്യം. അത് നമ്മൾ വിട്ടുപോകുമ്പോൾ മഹാഭൂരിപക്ഷമാണ് ഈ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആരോഗ്യ ഇല്ലായ്മയിലും സുരക്ഷയില്ലായ്മയിലും ഒക്കെ പെട്ടുപോകുന്നത്. നിർഭാഗ്യവശാൽ നമുക്കത് മനസ്സിലാവുന്നില്ല. ഒരു മധ്യവർഗത്തിന് ഇടനിലക്കാരായ മധ്യവർഗത്തിന് ഇത് മനസ്സിലാവുന്നില്ല. മധ്യവർഗമാണല്ലോ ഭരണവർഗം, അവർക്കിതൊട്ടും മനസ്സിലാവുകയുമില്ല.